ജയിച്ചു കയറിയപ്പോഴും ആലത്തൂരിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് കൃത്യമായ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ കണക്കുണ്ട്. കാരണം രമ്യ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കൊപ്പം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല, ജനകീയ വിഷയങ്ങൾ ഇടപെട്ടില്ല. പാലക്കാട് UDF 1228 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം 1228 വോട്ടിന് മുന്നിൽ പാലക്കാട് ടിസ്റ്റ് എന്ന് വേണം പറയാം. തീർച്ചയായും കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പാലക്കാട് വോട്ടെണ്ണൽ അതിന്റെ 3ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ 1228 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ 1228 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലക്കാട്ടെ BJP കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPയുടെ സംഘടനാ സംവിധാനം അതിന്റെ എല്ലാ മെഷീനറികൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ BJP കോട്ടകളിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടം, പാർട്ടിക്കകത്തെ എല്ലാ വിഭാഗീയതയും ഷാഫി പറമ്പിൽ എന്ന ഒറ്റയാൾ പോരാളിയുടെ മിടുക്കുകൊണ്ട് പാലക്കാട്ട് മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ ലീഡ് കൊണ്ട് തിരുത്താനുണ്ടോ? ഷാഫി പറമ്പിലിന്റെ ഒറ്റയാൾ പോരാട്ടം എന്നാ പറയുന്നത്, തിരുത്താനുണ്ടോ? ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. അത് തന്നെയാണ് അദ്ദേഹം അന്നും പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും വരണ്ട എന്ന് കൂടിയാണ്. എന്തായാലും 1331 രാഹുൽ മാങ്കൂട്ടം ലീഡ് ഉയർത്തുന്നു. തീർച്ചയായും അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കൃത്യമായും അവിടെ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസിന് അവിടെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പുതിയ വോട്ടുകൾ, പുതിയ തലമുറ 1331 രാഹുൽ മാങ്കൂട്ടം പാലക്കാട് 1331 രാഹുൽ മാങ്കൂട്ടം ലീഡ് എടുക്കുന്നു. BJP ഭരിക്കുന്നു. ജി ശ്രീധരന് 6000-ലധികം വോട്ടുണ്ട്. അവിടെയാണ് BJP ശരിക്കും ഇതിപ്പോ 4ാമത്തെ റൗണ്ട് ആയിട്ടേ ഉള്ളൂ. അവിടെയാണ് ഇത്തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ളതാണ്. 1331 മുന്നിൽ മേഖല ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും 1331 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുന്നു. പീസറിന്റെ കണക്കുകൾ കൃത്യമായി ആ കണക്ക് തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നത്. നഗരമേഖലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള സരിനും രാഹുലും കൃത്യമായി. തീർച്ചയായിട്ടും അവിടെ BJP പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1331 എന്ന നമ്പറിലേക്ക് രാഹുൽ മാങ്കൂട്ടം ലീഡ് ഉയർത്തിയിരിക്കുന്നു. പാലക്കാട് അത്ഭുതങ്ങൾ സംഭവിക്കും. പാലക്കാട്ടെ സരിൻ പറഞ്ഞതുപോലെ പാലക്കാട്ടെ നഗര കേന്ദ്രങ്ങളിൽ BJPക്ക് ലീഡ് കുറയുകയും പഞ്ചായത്തുകളിൽ ലീഡ് പിടിക്കാൻ കഴിയുകയും ചെയ്താൽ അത് മികച്ച മുന്നേറ്റം തനിക്ക് സൃഷ്ടിക്കുമെന്നായിരുന്നു സരിൻ പറഞ്ഞത്. സരിന്റെ അവകാശവാദം ശരിയാകുമോ? പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഈ ലീഡ് നിലയാണ് രാഹുൽ മാങ്കൂട്ടം തുടരുന്നെങ്കിൽ 10,000-ലധികം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം ചെയ്യും. ഇവിടെ നല്ല മാത്രമല്ല, ഇവിടെ നഗരസഭയിൽ അത്രയും മാത്രം വോട്ട് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായും കണ്ണാടി മാത്തൂര് കണ്ണാടിയിൽ CPM വലിയ